മനു ഈ ഒരു സംഭവം കൊണ്ടുണ്ടല്ലോ കുറച്ച് കാശ് അക്കൗണ്ടിൽ കയറി. അത് കൊള്ളാല്ലേ? കിട്ടുവോ? ആടെ ഇതെന്താടാ ഫോണുമ്മ കുത്തി കളിക്കുന്നേ? കൊറേ നേരമല്ലോ. ബുദ്ധിമുട്ടായി. വ്യാജമദ്യം കഴിച്ച് രണ്ടുപേർ ആശുപത്രിയിൽ എന്നൊക്കെയാ സോഷ്യൽ മീഡിയയില് സംഭവം എന്തായാലും വൈറലായിട്ടുണ്ട്. ആരാ വൈറലാക്കിയത്? ജ്യോതിലാൽ. ഈ ജ്യോതിലാൽ. എന്റെ 3 ഇന്റർവ്യൂ ആണ് നഷ്ടമായത്. നന്നായി. പണിട്ടോ അണക്കെന്തിനാണോ ഇനി പണി? എന്നാ അതൊക്കെ വലിച്ചുവിടെ ഇങ്ങനെ ഇരുന്നൂട്. അതെ ആഷിക്കേട്ടാ ഈ നസീർ മധു എന്ന് പറഞ്ഞുള്ള കള്ളൂടി നടക്കൂലട്ടോ. സോമരസാടി നമ്മളെ കോഡ് മാറ്റല്ലേ? അതാണോ പ്രാധാന്യോ? അതിനാരാ ഹോസ്പിറ്റലിൽ വെള്ളം അടിക്കുന്നേ? എടാ കുട്ടി വെള്ളടി നിർത്തുന്ന കാര്യമല്ലോ പറഞ്ഞു. ആ നിർത്തിയില്ലേ? വരൂ വരൂ കടന്നു വരൂ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഈ നമ്മളോട് പറയാണ്ട് കല്യാണം കഴിച്ചോ? ഞങ്ങൾ ലിവിങ് ടുഗദർ 6 മാസം. കാണിപ്പയ്യൂർ പറഞ്ഞിട്ട് അത് കൈൻഡ് കിട്ടിയാൽ മതി. അതാണല്ലോ ഫാഷൻ. ലിവിങ് ടുഗദർ. ഇവിടെ വരുന്ന സമയത്ത് പ്രേമേട്ടനെ കണ്ടു. അപ്പം ഞങ്ങളിങ്ങ് ഒരുമിച്ച് വന്നു. അതാണ്. കുഴപ്പമില്ല. അല്ല നീ അരക്കിലോ നാരം കൊണ്ട് വന്നിട്ട് എന്നെ തിന്ന് തീർക്കുക? എടോ വരുന്ന വഴിക്ക് നല്ല ഓറഞ്ച് കണ്ടപ്പോൾ തിന്നാനൊരു പൂതി, അങ്ങനെ വാങ്ങിയതാ. ഞാൻ വരുന്ന വഴിക്ക് എനിക്ക് ഒരു 5 കിലോ ആപ്പിൾ വാങ്ങിക്കൂടെ? ആ പൈസനെ കൊണ്ട് 5 ഫുള്ള് വാങ്ങി. ഒന്നിങ്ങ ഇങ്ങോട്ടാ എന്റെ മുത്തിരി കൊടുക്കേ. എനിക്കൊന്നും വേണ്ടേ. ഓള് തിന്നണ്ട. ഓള് ലിവിങ് ടുഗദറിലാ. വേണ്ട കേറ്റിക്കോ. എടോ ദിവസം 2 പെഗ് കഴിക്കാന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിലും മീനിലും ഒക്കെ വിഷം പോകാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ കണ്ടമാനം വാരി വെച്ച് കുടിക്കല്ല. ഇത് ഓടാണ്ട് ഉപയോഗിക്കാറ്. അപ്പൊ ശരി, ഓക്കെ. അല്ല മാനു, നിങ്ങൾ കുറച്ചൊരു തുനിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണല്ലേ എന്നെ അപമാനിക്കാൻ. ജീവിച്ച് പൊക്കോട്ടടോ. എന്റെ ശരിക്കുള്ള മുഖം അറിയോടാ ജനങ്ങള്. നീ ആദ്യം എൻ്റെ ഈ മുഖം തിരിച്ചറിയും, എന്നിട്ട് മതി അവൻ്റെ ഒരു ജനങ്ങളെ അറിയിക്കലും. എടാ ഞാൻ വിറ്റ വ്യാജമദ്യം കഴിച്ചാൽ നീ ആശുപത്രിയിലായെങ്കിൽ ഇവിടെ എത്ര പേര് ആശുപത്രിയിലാവണം? എവിടെ ഞാൻ ഒന്നും കാണില്ലല്ലോ. കാണാം. ഇതൊക്കെ ഇവളുടെ ബുദ്ധിയാണല്ലേ. ആയിക്കോട്ടെ ഓട്ടെ. അയ്യോ ഡോക്ടർ ഇടി ആരെങ്കിലും പോലെ അപ്പുറത്ത് വെച്ചേ. ഹായ് മനു. ഹായ് ഡോക്ടർ. ഹൗ ആർ യു? ഫൈൻ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, സുഖമായിട്ട് പോകുന്നു. കുഴപ്പമൊന്നുമില്ല അല്ലേ? വേദനയുണ്ടോ? വേദന കുറച്ചുണ്ട്. ഇവിടെ ഉറങ്ങിയില്ലേ ഇന്നലെ? ചെറിയ കുറവായിരുന്നു. ഉറക്കം വരുന്നുണ്ടാവില്ല അല്ലേ? സാരല്ല, എല്ലാം ശരിയാക്കാം കേട്ടോ. സിസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എങ്ങനെ? ഓക്കെ അല്ലേ? നന്നായിരുന്നു ഡോക്ടർ, നന്നായിരുന്നു. ശ്വാസം ഒന്ന് നീട്ടി വലിച്ചേ. സിസ്റ്റർ IV ഫ്ലൂയിഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. DNS സ്റ്റാർട്ട് ചെയ്തു. പോളിബയോൺ ഇല്ലേ? ഇല്ല, കൊടുക്കാം. ഇടയ്ക്കൊന്ന് നോക്കണം കേട്ടോ. പൾസും BP ഒക്കെ എങ്ങനെയുണ്ട്? നോർമലാണ്. ഓക്കെ റൈറ്റ്. ശരി ഡോക്ടർ, ഒരു ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങണമെന്നുണ്ട്. ഡി അഡിക്ഷൻ സെന്റർ തുടങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര ഈസിയായ ഒരു കാര്യമൊന്നുമല്ല. ആദ്യം നമുക്ക് ഇവനെ രക്ഷപ്പെടുത്താൻ നോക്കാം, അതിനുശേഷം നമുക്ക് ഡി അഡിക്ഷൻ സെന്റർ ഒക്കെ തുടങ്ങാം. സാറേ പോകാൻ പറ്റുമോ? നിന്റെ കാര്യം കുറച്ച് കടുപ്പ, ഇതിലും വലിയ കാര്യ ആയിട്ടില്ല. എനിവേ പെട്ടെന്ന് വിടാട്ടോ. തിരക്കുണ്ടോ പോയിട്ട്? ചെറിയ തിരക്കുണ്ട്. എന്താ ഷാപ്പുകാരൻ കാത്തിരിക്കുന്നുണ്ടാവൂല്ലേ? നിങ്ങൾ വന്നിട്ട് കുറെ നേരമായോ? ഇല്ല സർ വിളിപ്പിച്ച്. കാര്യങ്ങളൊക്കെ സ്മൂത്ത് അല്ലേ? അക്കൗണ്ടിൽ എത്രയായി? ഇന്നലെ വരെ നോക്കിയപ്പോ 20 ലക്ഷമായി. ഗുഡ്. ഈ മാനവ് നമ്മുടെ സഖാവ് കൃഷ്ണന്റെ മോനല്ലേ? സാറിനെതിരെ മത്സരിച്ചിനെന്ന് മാനു ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നു. രാഷ്ട്രീയത്തിൽ ശത്രുത വ്യക്തികൾ തമ്മിലല്ലല്ലോ, ആശയങ്ങൾ തമ്മിലല്ലേ. കൃഷ്ണൻ എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. പാവം, കോളിളക്കം ഉണ്ടാക്കിയ രാഷ്ട്രീയ കൊലയായിരുന്നില്ലേ അത്? നിങ്ങൾ ആ പണം ബാങ്കിൽ നിന്നും വിഡ്രോ ചെയ്യാം, എന്നിട്ട് എൻ്റെ അടുത്ത് എത്തിക്കാം. നിങ്ങൾക്ക് വേണ്ട സ്ഥലവും ബിൽഡിങ്ങും ഒക്കെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ആ പണം എല്ലാത്തിനും തികയോ സർ? എവിടെ തികയാൻ? മൂത്രപ്പര പണയം വേണം 20 ലക്ഷം രൂപ. എന്താ? ഞങ്ങൾ വേറൊരു കാര്യം നിങ്ങൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. എനിക്കും ചിലത് ചെയ്യാൻ കഴിയും. ബാങ്കിൽ ഞാൻ വിളിച്ചു പറയാം. ഫോർമാലിറ്റീസ് ഒന്നും നോക്കണ്ട. താങ്ക് യു സർ. ആയിക്കോട്ടെ.
ആ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് കിട്ടും. ഞാൻ എന്തോടോ അത്രയ്ക്ക് മണ്ടനാണ്. ഭാഗ്യനാഥ് സാർ വിളിച്ചിരുന്നു. അതുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ഫോർമാലിറ്റീസ് ഒന്നും ഞാൻ നോക്കിയില്ല. കൗണ്ട് ചെയ്തോളൂ. അയ്യോ കുഴപ്പമില്ല സർ. ശരി. താങ്ക് യു സാർ. ഇതൊന്ന് കുറച്ചെടുത്ത് സോമനടിച്ചാലോ? വേണ്ടെങ്കിൽ വേണ്ട. മനു ഇനി ആ ഫോൺ എടുത്തിട്ട് സാറിനെ ഒന്ന് വിളിക്കുക. സാറേ ഗേറ്റ് പൈപ്പിന്റെ മീറ്റിംഗ് 23-ന് വെച്ചോളൂ. നാളെയും മറ്റന്നാളുള്ള പ്രോഗ്രാംസ് ഒക്കെ ക്യാൻസൽ ചെയ്തോളൂ. ഓക്കെ സാർ. മാനു, ആ സാറേ പൈസ എടുത്തിട്ടുണ്ട്. ഇതായിട്ട് അങ്ങോട്ട് ഒരു അർജന്റ് മീറ്റിംഗിനായി ഞാൻ പോണ്ടിച്ചേരി പോവാ. കാശ് എൻ്റെ കയ്യിൽ തന്നാ മതി. ഇപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ. ഓ ഞാൻ തിരിച്ചെത്തിയിട്ട് വിളിക്കാം. ഓ ഓക്കെ സാർ. സാറ് മറ്റന്നാളെ വരുള്ളൂ. ഇതിൻ്റെ അടുത്ത് വെച്ചല്ലോ. ഏയ് വേണ്ട, അതെന്താ? അത് സേഫ് അല്ല. ഓ. തൽക്കാലം ഇന്റെ വീട്ടിൽ വെച്ചാൽ മതി. എന്നാ ശരി, ബാ. മുണിങ്ങിയ നീ വരാണ്ടോ ഭക്ഷണം കഴിക്കുന്നേ? അല്ലെന്ന് പുഴ മീനൊന്നും കിട്ടിയില്ലേ? എനക്ക് മാഹിയിൽ മീൻ പിടിക്കലല്ല പണി. അയ്യോ എന്റെ പണി എനിക്കറിയാം. വയസ്സാം കാലത്ത് പൂതി മാറിയിട്ടില്ല. എങ്ങനെ പൂതി മാറാൻ? ഐ ആം സ്വീറ്റ് 60s. നിന്നെക്കാട് കൂടുതൽ ഇപ്പോഴും വേണം കഴിക്കും. ഐ ആം ന്യൂ ജാൻ ബോസ്. വാടാ ചോറിന്ന. അടിച്ച് കിണ്ടിയാണുള്ള ഫ്രഞ്ച് മുത്തച്ഛൻ. എന്നും എന്നെ കൊണ്ട് ഇങ്ങനെ ചോറും വിളമ്പിച്ച് നേരെ ഷെഡ്ഡി വരെ അലക്കിച്ചോ. ഞാൻ ഇല്ലാണ്ട് ആയാലേ തിരിയും നിനക്ക്. ആവശ്യമില്ലാത്ത മോനെ കീറിപ്പോവും. എന്ത് ശരിയല്ലേ പാടുന്നു. നീ ആ ഹിതയെ വിളിച്ചോണ്ട് വാ. എനിക്ക് സമ്മത. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. എങ്ങനെ ഒന്ന് പറഞ്ഞേ? അതിനെങ്ങനെയാ? കെട്ടന്റെ പ്രായമൊക്കെ കഴിഞ്ഞൊന്ന് ബോധമില്ലാത്തൊരു കഴുത. ഓന് പറ്റില്ല, വേണ്ട, ഞാൻ കെട്ടിക്കോളാം. അച്ഛൻ മിണ്ടാണ്ടിരിക്കും. കൃഷ്ണേട്ടൻ ഉണ്ടായത് നിന്നെ പണ്ടേ കെട്ടിച്ചേനെ. ഞാനിങ്ങനെ കഷ്ടപ്പെടേണ്ടിയും വരില്ല. അത് അച്ഛൻ വെറും കൃഷ്ണനായതുകൊണ്ടല്ല, സഖാവ് കൃഷ്ണനായതുകൊണ്ടാ. സഖാവ് കൃഷ്ണന്റെ ഭാര്യ നിങ്ങൾ. ഞാൻ അങ്ങേരുടെ മോനും. ഒരെല്ലു കൂടുതലുള്ളവനാ അമ്മേ സഖാവാൻ പറ്റൂ. എന്നിട്ട് ആ എല്ലും പണയം വെച്ചാണല്ലോ നീ കുടിച്ച് നശിക്കുന്നത്. പറഞ്ഞിട്ടെന്താ? എന്റെ വിധി. ഇപ്പൊ ലേശം കുറവാണമ്മേ. കണ്ടില്ലേ, മദ്യ നിരോധനമല്ല, മദ്യവർജനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. നടക്കും. എൻ്റെ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ തീരും അമ്മേ. ആദ്യം ഹിതക്കൊച്ചിന്റെ ആഗ്രഹം നടത്തട്ടെ, പിന്നെ നോക്കി ഈ മാനവിന്റെ വില. ഇവനെ മാനു എണീക്ക്. വെയില് ചന്തിയിലടിച്ച് വന്ന് കാപ്പി കൂടി. ഉച്ച വരെ കിടന്നുറങ്ങും. ഇന്നലെ രാത്രി നീ എന്താക്കായിരുന്നു? പാതിരാത്രി വാലോർക്കുന്ന ശബ്ദം കേട്ടനല്ല. മൂത്ര കൊഴിച്ചിട്ട് കിടന്നാ പോരാ എനിക്ക്. എപ്പോഴും ഞാൻ പറയുന്ന ഇരുട്ടത്ത് പുറത്തിറങ്ങി പോയരുത്. ഇരുട്ടത്തോ? ഞാനാ? അല്ല പിന്നെ നിന്റെ അന്ന് കൃഷ്ണേട്ടൻ പോയതിന്റെ പിന്നീട് പേടിയാ. എനിക്ക് വന്ന് കാപ്പി കുടിക്ക്. അമ്മേ, അമ്മേ, എന്റെ ബാഗ് എവിടെ? അമ്മേ, അമ്മേ, എന്റെ ബാഗ് എവിടെ? ഇതെടുത്തവൻ എനിക്കറിയണം. തൽക്കാലം ആരും അറിയാതിരിക്കുന്നതാ നല്ലത്. അറിഞ്ഞ ഒരു പക്ഷേ അവള്. ആ മാം, എന്തായിരുന്നു? ആ ഞാൻ വരാം മാം. അളിയ ഡോൺ വെറി. ഏറിയ 2 ദിവസം 3 ഞാൻ ഇറങ്ങും. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ,
ഇറങ്ങിപ്പോയ പെങ്ങളുടെ ഭർത്താവിന്റെ ഗുണം നല്ലോണം ഒന്ന് പെരുമാറിയപ്പോ തത്ത പറയുന്ന പോലെ എല്ലാം പറഞ്ഞു ഇവൻ. മൂക്കടിച്ച് പഠിപ്പിച്ചാലേ ആരും തത്ത പറയുന്ന പോലെ പറയും. ചിമിണ്ടായിരിക്കടാ. ആയിക്കോട്ടെ. എന്താ മേഡം സംഭവിച്ചത്? ഇവനെ ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തത് വാഹനമോഷണ സംഘത്തിലെ പ്രധാനിയാണ് ഈ ന്യൂജൻ. അങ്ങനൊന്നുമില്ല, കേറി വരുന്നു. ഇവന്റെ പേര് തന്നെ തലതിരിഞ്ഞിട്ടാ, ത്രിവിൻ. എക്സ്ക്യൂസ് മീ മാഡം, ഞങ്ങളുടെ ജനറേഷനെ അങ്ങനെ അപമാനിക്കരുത്. ഇനി ഒരക്ഷരം നീ മിണ്ടിയ നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പിടിക്കും കേട്ടടാ. ന്യൂജൻ ചിന്താഗതിയൊക്കെ കൊള്ളാം, പുതിയ വൈബ്രേഷൻസ് ഒക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ആ പേരിൽ ഇമാതിരി കോപ്രായം കാണിക്കുന്നതാണ് പ്രശ്നം. ഈ നാടിനെ നശിപ്പിക്കാനേ ഇതുപോലൊരെണ്ണം മതി. സന്തോഷായില്ലേ? മാഹിന്ന് വാഹനം മോഷ്ടിച്ച് കേരളത്തിൽ വിൽക്കുന്ന കണ്ണുകളിൽ ഒരാളാണ് ഇവൻ. ഒരാളേ ഉള്ളൂ. കേട്ടില്ലേ? എനിക്ക് സമാധാനമല്ല, എന്നിട്ട് നിക്കണുണ്ടാവള്. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ഇവള് 4 മാസം ഗർഭിണിയാ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നത് ഞാൻ ചെയ്തു. അളിയാ, അളിയനൊരു മാമനാവാൻ പോവുകയാണ്. ചെലവ് ചെയ്യണം. തരാടാ, നീ പുറത്തിറങ്ങല്ലോ, നിനക്ക് തരാടാ ഞാൻ. മോനെ നിർത്ത്. തൽക്കാലം നീ ഇവിടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവൾക്ക് ഇനി ഇവനെ വേണ്ടെന്നാ പറയുന്നത്. ഡാർലിംഗ്, ഞാൻ നന്നായിക്കൊള്ളാം. നന്നാവാനൊരു അവസരം. അയ്യോ പോലെ ഡാർലിംഗ്. അളിയാ, ജാമ്യം കിട്ടുന്നവരെ നോക്കിയാ മതി, പിന്നെ ഞാൻ വന്ന് പൊക്കിക്കോളാം. ജാമ്യം നീ ഇറങ്ങിയാലല്ലേ ഏതൊക്കെ കേസ് തെളിയിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാഡം, ആ ഫോൺ തരാവോ? എന്തിന്? അല്ല, ഞാൻ ഐ ആം ദ ജയിൽ എന്ന് പറഞ്ഞ് വാട്സാപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇടാനാ. ഇപ്പൊ തന്നെ വേണോ അതോ കുറച്ച് കഴിഞ്ഞിട്ട് മതി? അയ്യോ, ഇപ്പൊ വേണ്ട, നേരത്തെ കിട്ടിയുള്ളായിരുന്നു.